നമുക്ക് തായിഫിൽ ജോലി കിട്ടിയ ഉടനെ ഞാൻ വിചാരിച്ചത് തായിഫ് ഒന്ന് കംപ്ലീറ്റ് എക്സ്പ്ലോർ ചെയ്യണമെന്നായിരുന്നു. പക്ഷെ സാഹചര്യവശാൽ അതൊന്നും നടന്നില്ല. പക്ഷേ ഞാൻ താമസിക്കുന്ന റൂമിന് തൊട്ടടുത്താണ് സ്ട്രോബെറി ഫാം ഉള്ളത്, തായിഫ് സ്ട്രോബെറി ഫാം. പ്രത്യേകിച്ച് സ്ട്രോബെറിയോട് ഒരു പ്രത്യേക ആകർഷണം നമുക്ക് എല്ലാവർക്കും ഉള്ളതാണല്ലേ. അതിൻ്റെ ആ ഒരു ലുക്ക് വൈസ് നോക്കുമ്പോൾ അതാണ് എന്നെ സ്ട്രോബെറി ഫാം കാണാനായിട്ട് ആകർഷിച്ചത്. എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെ ഞങ്ങൾ 4 പേരും ഫാമിലിയായിട്ട് പോയി. 35 റിയാലിനാണ് ടിക്കറ്റ് കൗണ്ടർ എന്ന് പറഞ്ഞത്. അപ്പം ഞാൻ വിചാരിച്ചു 4 പേർക്ക് 35 റിയാൽ, കുഴപ്പമില്ലല്ലോ. പിന്നെ ഞാൻ മനസ്സിലായത് പെർ ഹെഡാണ് 35 റിയാലെന്ന്. എന്തൊക്കെ പറഞ്ഞാലും അതിനകത്തേക്ക് പോയി സ്ട്രോബെറി കാണാമല്ലോ. പക്ഷെ പിന്നെയാണ് ഞെട്ടിക്കുന്ന സംഭവം ഞാൻ മനസ്സിലാക്കിയത്. സ്ട്രോബെറി ഫാമിൻ്റെ പേര് മാത്രമേ ഉള്ളൂ, കുറച്ച് സ്ട്രോബെറി ചെടികൾ മാത്രം. അതും നേരിട്ട് നമുക്ക് തൊടാനോ കാണാനോ പറിക്കാനോ ഒന്നും പറ്റില്ല. ബാക്കിയുള്ളതെല്ലാം സ്ട്രോബെറിയുടെ രൂപത്തിലുള്ള കുറേ ഷേപ്സും കുറേ ചെയറും കുറേ സ്ട്രോബെറി ഐസ്ക്രീമും അങ്ങനെ കുറേ നാച്ചുറലായിട്ട് വലിയൊരു സംഭവമൊന്നുമില്ല. പക്ഷേ 35 റിയാൽ കൊടുത്ത് മുതലായത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളവിടെ പോയ സമയത്ത് നല്ലൊരു അടിപൊളി ആംബിയൻസ് ആയിരുന്നു. കാരണം അവിടുത്തെ ഒരു എന്താ പറയുക, ഒരു മഞ്ഞ് കാലത്താണ് നമ്മൾ പോയത്. ആ സമയം അവിടെ എത്തിയ സമയത്ത് നല്ല അടിപൊളി ഒക്കെ ഒരു നല്ലൊരു ആംബിയൻസ് കിട്ടി. അതുകൊണ്ട് നല്ലൊരു ആംബിയൻസ് കിട്ടിയോണ്ട് ഒരു നല്ല അടിപൊളി ട്രിപ്പെന്ന് പറയാം. എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു ടൈം നമ്മൾ എൻജോയ് ചെയ്തു. കാരണം ഫാമിലിയോട് എത്തില്ല, നല്ലൊരു അടിപൊളി സമയമല്ലേ. അത് നമ്മൾ എൻജോയ് ചെയ്യാതെ പിന്നെ നമ്മൾ എന്ത് എൻജോയ് ചെയ്യാനാണ്.